നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ കേബിൾ സബ്ജക്റ്റഡ് ടു UDL ആണ്. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ആകെ നമുക്ക് ഫോർമുലാസ് മാത്രം മതി. നമ്മുടെ കേബിൾ ഫുൾ ഒരു UDL W ഇൻറ്റു L അല്ലെങ്കിൽ W kN/m എന്നൊരു UDL അപ്ലൈ ചെയ്യുവാണ്, ഫുൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ VA പ്ലസ് VA VB എന്ന് പറയുമ്പോൾ നമ്മുടെ സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറയുന്നത് WL/2 ആയിരിക്കും. കറക്റ്റ് ഹാഫ് ആയിട്ട് പോകും. പിന്നെ L എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ കേബിൾ ഇസ് ഈക്വൽ ടു സ്മോൾ L പ്ലസ് 8h²/3L. അവിടെയും സ്മോൾ Lഉം സ്മോൾ Hഉം ആണ്, തന്നെ സ്മോൾ Lഉം സ്മോൾ Hഉം. സ്മോൾ L എന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ട് സ്പാൻ ആണ്. സപ്പോർട്ട് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പോയിന്റ് A ടു പോയിന്റ് B വരെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ലൈക്ക് നമ്മളിപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കണേ, L എന്ന് പറഞ്ഞാൽ A ടു Bന്റെ ഇടയിൽ ഇവിടെ എത്രയാണ്, 16 മീറ്റർ. അതാണ് പോയിന്റ് A ടു പോയിന്റ് B വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ L എന്ന് പറയുന്നത്. അതാണ് സപ്പോർട്ട് സ്പാൻ. പിന്നെ 8h²/3L. ഈ H എന്ന് പറയുന്നത് ഡിപ്പാണ്, കറക്റ്റ് നടുക്ക് വരുന്ന ഹൊറിസോണ്ടൽ ഡിപ്പ്. ഇവിടെ ഈ YC എന്ന് പറയുന്ന സാധനം തന്നെയാണ് H എന്ന് പറയുന്നത് UDL വരുമ്പം. ഇനി ഹൊറിസോണ്ടൽ ഫോഴ്സ് H എന്ന് പറയുന്നത് WL²/8H ആണ്. ദാറ്റ്സ് ഓൾസോ ഈക്വൽ ടു T cos θ. T എന്ന് പറയുന്നത് ടെൻഷൻ ഓൺ ദ കേബിൾ, തീറ്റ എന്ന് പറയുന്നത് ആ ടിപ്പ് ചെയ്യുന്ന ആ ഒരു ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ലൈക്ക് ഇവിടെ ഈ വരുന്ന ഒരു ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഈ ജസ്റ്റ് VB Hഉം ഈ ഫോർമുലാസ് ഓർത്ത് വെച്ചാൽ മതി, ഡയറക്റ്റ് ആപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. A light flexible cable 18 meter long is supported at two ends at the same level. The supports are 16 meter apart. 16 meter apart എന്ന് പറയുമ്പോൾ നമ്മുടെ L കിട്ടി, സ്മോൾ L. Cable is subjected to a UDL of 1 kN/m. അപ്പോൾ നമ്മുടെ W കിട്ടി of horizontal length over the entire span. ഫുൾ സ്പാനിൽ ഇതുണ്ട് എന്നുള്ളത്. Determine the reaction developed at the support. സപ്പോർട്ടിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പം VAയും എന്താ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്, VA VB Hഉം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് WL ഒക്കെ തന്നിട്ടുണ്ട്, WL/2 ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് VA VB നമുക്ക് ഡയറക്റ്റ് WL/2 എന്ന് കിട്ടും. Wയും തന്നു, ലെങ്ത്തും തന്നു. ഹൊറിസോണ്ടൽ റിയാക്ഷൻ H കണ്ടുപിടിക്കണമെങ്കിൽ WL²/8H ആണ്. H നമുക്ക് തന്നിട്ടില്ല. നമുക്ക് പകരം ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ കേബിൾ ആണ്, അതാണ്ട് 18 മീറ്റർ ലോങ്. അപ്പോൾ നമുക്ക് പകരം തന്നേക്കുന്ന ടോട്ടൽ ലെങ്ത് ELഉം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ H സോൾവ് ചെയ്തെടുക്കാം. ഇവിടുന്ന് H കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹൊറിസോണ്ടൽ സപ്പോർട്ട് ഇതിൽ കൊണ്ടിട്ടാൽ നമുക്ക് ഹൊറിസോണ്ടൽ സപ്പോർട്ട് കിട്ടും. ഹൊറിസോണ്ടൽ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീറ്റ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, L is equal to L plus 8h²/3L. നമ്മൾ ആദ്യം H കണ്ടുപിടിച്ചു. ഞാൻ H കണ്ടുപിടിച്ചു, അവിടെ വെച്ചു. സെയിം ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. ടോട്ടൽ 18 മീറ്റർ ലോങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ വലിയ L എന്ന് തന്നെ 18, സപ്പോർട്ടഡ് അറ്റ് 2 ends at the same level 16 മീറ്റർ അപ്പാർട്ട്. അപ്പോൾ ചെറിയ L എന്ന് പറയുന്നത് 16 മീറ്റർ. അപ്ലൈ ചെയ്തു, H കിട്ടി. പിന്നെ അപ്പോൾ നമുക്ക് വലിയ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കിട്ടും, വെച്ചാൽ ക്യാപിറ്റൽ H, WL²/8H ഇടുക. അപ്പോൾ നമുക്ക് അതിൽ ക്യാപിറ്റൽ H കിട്ടി. പിന്നെ VA is equal to VB is equal to WL/2 അതും കിട്ടി. ഇനി അത് ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് √VA² + H². കറക്റ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്ന സമയത്ത് നേരത്തെ ക്വസ്റ്റ്യനിലും ലാസ്റ്റ് പാർട്ടിലുള്ള ക്വസ്റ്റ്യനിലെ മറ്റേ നടുക്ക് ലോഡ് വരുമ്പോഴും എന്താണ് ഈ കറക്റ്റ് ഒറ്റ ലോഡുള്ള, അപ്പോൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആണ്. അതാണ് ടെൻഷൻ എന്ന് പറയുന്നത് √VA² + H². അപ്ലൈ ചെയ്തു, T കിട്ടി. H is equal to T cos θ. അതിൽ നിന്ന് നമുക്ക് തീറ്റയും കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എല്ലാ സാധനവും കണ്ടുപിടിച്ചു, അത്രയേ ഉള്ളൂ. ഇനി കേബിൾസിൻ്റെ എൻ്റെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, കേബിൾസ് വിത്ത് എൻഡ്സ് അറ്റ് 2 ഡിഫറെൻറ്റ് ലെവൽസ്. UDLയുടെ തന്നെ ഫുള്ള് ആക്ട് ചെയ്തത് തന്നെ എന്താണ്, 2 ലെവലിലാണ് സപ്പോർട്ട് വരുന്നതെങ്കിൽ. അപ്പം 2 ലെവലിലാണ് വരുന്നത്. അപ്പം നമ്മുടെ സെൻറ്റർ ഇവിടെ ആണെങ്കിൽ സെൻറ്റർ തൊട്ട് ഫസ്റ്റ് സപ്പോർട്ട് വരെയുള്ള ആ ഒരു ഡിപ്പാണ് H1, സെക്കൻഡ് സപ്പോർട്ട് വരെയുള്ളതാണ് H2. ആ ഒരു ലെങ്ത് സെൻട്രൽ തന്നെ എപ്പോഴും എന്താ നടുക്ക് വരണമെന്നില്ല. ആ ഒരു ഡിപ്പ് ലോവസ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ ഡിപ്പ്.
അത് സപ്പോർട്ട് എ ടു അതുവരെ ആ ഡിപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് L1. സപ്പോർട്ട് ബി തൊട്ട് ആ ഡിസ്റ്റൻസ് ആണ് ഡിപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് L2. അപ്പം നമുക്ക് ഇവിടെ പുതിയ കുറച്ച് L1 L2 എന്നൊരു സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാം റിസോൾവ് ആയിട്ട് തന്നിട്ടുണ്ട്. BA is equal to WL1, BB is equal to WL2, H is equal to WL square by 2. H is horizontal direction. WL square by 2 root H1 plus root H2 square. L1 L2 നും ഫോർമുല തന്നിട്ടുണ്ട്. L1 is equal to L root H1 by root H1 plus root H2. L2 അതുപോലെ തന്നെ L2 is equal to L into root H2 by root H1 plus H2. അപ്പം എന്താണ്? അപ്പോൾ ടോട്ടൽ ലെങ്ത് is equal to L plus 2 by 3 H1 square by L1 square plus 2 by 3 H2 square by L2 square. ഇപ്പം VA greater than VB ആണെങ്കിൽ നമ്മുടെ റിസൾട്ടൻറ്റ് ടെൻഷൻ ഈ ഒരു ഫുൾ കേബിളിലെ ടെൻഷൻ എന്ന് പറയുന്നത് VA സ്ക്വയർ പ്ലസ് H സ്ക്വയറും VB ആണ് കൂടുതലെങ്കിൽ VB സ്ക്വയർ പ്ലസ് H സ്ക്വയറും. ഞാൻ ജസ്റ്റ് ഈ ഫോർമുല വായിച്ചു എന്നേ ഉള്ളൂ. ഫോർമുല പഠിക്കാൻ ഡയറക്റ്റ് ആപ്ലിക്കേഷനേ ഉള്ളൂ ക്വസ്റ്റ്യനിൽ. A suspended cable from points A, B, which are some apart are at different levels, which are 80 ആണ് കേട്ടോ, സോറി. അപ്പോൾ ഒന്ന് ഞാൻ വായിക്കാം. A cable subjected from points A, B, which are 80 meter apart are at different levels. Point A, B 5 meter, vertically higher than point B. The lowest point in the cable is 10 meter below A. Cable is subjected to a UDL of 30 kilonewton per meter over the entire span. Determine horizontal, vertical reaction and also length of the cable. അപ്പോൾ നമ്മൾ VA, VB, H, L ടോട്ടൽ ക്യാപിറ്റൽ L ഇതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ലെറ്റ് പോയിന്റ് A, B 5 meter vertically higher than point B. അപ്പോൾ എന്തായാലും VA ആണ് ഹൈ ആയിട്ട് ഇരിക്കുന്നത്, VB താഴെയും. ആൻഡ് ദ ലോവസ്റ്റ് പോയിന്റ് ഇൻ ദ കേബിൾ ഇസ് 10 meter below A. അപ്പോൾ 10 meter below A ആണ് ലോവസ്റ്റ് പോയിന്റ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പോയിന്റ് A 5 meter above എന്താണ് ഹയർ ദാൻ പോയിന്റ് B എന്ന്. അപ്പോൾ എന്താണ് ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് 5 meter ഹൈ എന്നുവെച്ചാൽ 5 മൈനസ് ചെയ്യുമ്പോഴല്ലേ B വരേണ്ടത്. അപ്പം എന്താണ് VB എന്ന് പറയുന്നത് H2 VB വരെയുള്ള ഡിസ്റ്റൻസ് ഫ്രം ദ ലോവസ്റ്റ് പോയിന്റ് എന്നത് 5 meter ആണ്. അതാണ് ആ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് H1 H2 തന്നിട്ടുണ്ട്, ലോഡും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്മോൾ L1 L2 കണ്ടുപിടിക്കണം, ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കണം, VA VB H ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സ്മോൾ L1 കണ്ടുപിടിക്കുന്നു. ടോട്ടൽ ലെങ്ത് 80 meter നമുക്ക് തന്നിട്ടുണ്ട്. ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ സപ്പോർട്ട് തൊട്ട് ഈ സപ്പോർട്ട് വരെയുള്ള തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ, അല്ലാതെ ലെങ്ത് ഓഫ് ദ കേബിൾ അല്ല. ലെങ്ത് ഓഫ് ദ കേബിൾ നമ്മൾ സ്റ്റിൽ കണ്ടുപിടിക്കണം. നമ്മൾ H1 H2 കിട്ടി, ഇനി അടുത്ത L1 L2 കണ്ടുപിടിക്കാം. H1 H2 ഉണ്ട്, ടോട്ടൽ സ്പാൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് L 80 meter അപ്പാർട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ L ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് L1 L2 ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് സോൾവ് ചെയ്തു. L1 L2 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ WL1 ഉം WL2 ആണ് കണ്ടുപിടിച്ചു. ഇവിടെ VA ആണ് കൂടുതൽ. പിന്നെ നമ്മൾ അടുത്ത എന്താണ് H കണ്ടുപിടിച്ചു. Hന്റെ ഇക്വേഷന് WL സ്ക്വയർ ബൈ 2 റൂട്ട് H1 പ്ലസ് റൂട്ട് H2 ദ ഹോൾ സ്ക്വയർ. L അറിയാം, W അറിയാം, H1 ഉം H2 അറിയാം. അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഹൊറിസോണ്ടൽ ഫോഴ്സ് കിട്ടി. അപ്പം നമുക്ക് ടോട്ടൽ എന്താണ് റിയാക്ഷൻ സപ്പോർട്ട്സ് ആയിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ട ടോട്ടൽ ലെങ്ത് ആണ്. ടോട്ടൽ ലെങ്ത് L is equal to small l plus 2 by 3 H1 square by L1 square plus 2 by 3 H2 square by L2 square. എല്ലാ വാല്യൂസും പറക്കിയെടുത്തിട്ട് കൊടുക്കാം. നമ്മുടെ എല്ലാം ഉണ്ട്, കിട്ടി. നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടി. ക്വസ്റ്റ്യന് ചോദിച്ചിട്ടില്ല, എന്നാലും നമ്മൾ ടെൻഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. റൂട്ട് VA സ്ക്വയർ പ്ലസ് H സ്ക്വയർ. അപ്പോൾ ടെൻഷനും കിട്ടി, കാരണം VA ആണ് ഗ്രേറ്റർ, അതുകൊണ്ടാണ് VA സ്ക്വയർ പ്ലസ് H സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമിലർ ക്വസ്റ്റ്യൻ ആണ്, യാതൊരു വ്യത്യാസമില്ല, സെയിം ഇത് തന്നെയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നാൽ മതി. വർക്കൗട്ട് ചെയ്തിട്ട് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. സെയിം ആണ്, സെയിം പ്രൊസീജിയർ യു ഹാവ് ടു ഫോളോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം.